കൂട്ടുകാരെ നേരൊക്കെ വെളുത്തു, ചായ കൂടി കഴിഞ്ഞു. അപ്പം ഞാൻ കിടന്നതാ. ഇനി ഞാൻ നിങ്ങൾക്കൊരു സംഭവം കാണിച്ചു തരാം. കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. കുക്കറിൽ എങ്ങനെ ചോറ് വയ്ക്കുക എന്നുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. അപ്പം നമ്മൾ ആദ്യം തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള അരി ഞാൻ കുക്കറിലെടുത്ത് കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച്, ഞാൻ ഒറ്റയ്ക്കുള്ള അതിന് കുറച്ച് മതി എനിക്ക് കേട്ടോ. അപ്പോൾ അത് അധികം കൂടുതൽ എടുക്കേണ്ട കാര്യമില്ല. അത് കുക്കറിൻ്റെ ലിറ്ററിൻ്റെ അനുസരിച്ചിട്ട്, ഇപ്പോൾ ഒരു 4-5 പേർക്കൊക്കെ ആണെങ്കിൽ ഒരു 10 ലിറ്ററിൻ്റെ കുക്കറാണെങ്കിൽ കുഴപ്പമില്ല. അതനുസരിച്ചിട്ട് പിന്നെ അതിലേക്ക് വെള്ളം ഒഴിക്കുക. അപ്പോൾ നമ്മൾ എത്ര അരി എടുക്കുന്നുണ്ട് അതിൻ്റെ 3/4 ഭാഗം വെള്ളം ഒഴിക്കണം. മീൻസ് കുക്കറിൻ്റെ 3/4 ഭാഗമെങ്കിലും വെള്ളം ഒഴിച്ച് വയ്ക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വെള്ളം ആവാതെ ഇല്ലാതെ പ്രശ്നം ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നല്ല രീതിയിൽ നമ്മളിപ്പോൾ ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ അതേ കുക്കറിൽ ഞാൻ അവിടെ വെച്ചു, അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചു. അത് കഴിഞ്ഞ് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. ഒരൊറ്റ കൂടുതൽ വിസിലൊന്നും വേണ്ട. എത്ര വേവാത്ത അരിയാണെങ്കിലും ഒരൊറ്റ വിസിൽ. അത് മെല്ലെ നമ്മൾ കുക്കർ സിമ്മിലിട്ട് വെച്ചിട്ട് ഒറ്റ വിസലിന് നമുക്ക് ചോറാവും കേട്ടോ. അത് ചോറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം അത് ഒരു നല്ലോണം തണുക്കണ വരെ, വിസിലൊക്കെ പോയി തണുക്കണ വരെ വെച്ചതിന് ശേഷം വാർക്കാനായിട്ടുള്ള പാത്രമായിട്ട് ഞാൻ പോവുകയാണ്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ്, അതിലേക്കാണ് വാർക്കണത്. ആ ചെന്ന് നോക്കി കുക്കർ തൊട്ട് നോക്കി കുറച്ച് സമയം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് അതിൻ്റെ സംഭവം. നമ്മൾ തൊട്ട് നോക്കി കുക്കറിൻ്റെ വിസിലൊക്കെ പോയെന്ന് നമ്മൾ പരിശോധിച്ചതിന് ചോദിച്ച ശേഷം മാത്രം നമ്മളെ തുറക്കാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം അത് പൊട്ടിത്തെറിച്ച് ആകെ പ്രശ്നങ്ങളാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പുതിയ ആൾക്കാരായാലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മളൊരു കയ്യിലെടുത്തിട്ട് നമ്മൾ മൊത്തം ഒന്ന് ഇളക്കണം. ചോറേ എൻ്റെ അടി മൊത്തം ഇളക്കണം. ഇളക്കാതെ ഒരിക്കലും വാർക്കരുത്. അങ്ങനെ വാർത്ത് കഴിഞ്ഞാൽ പശ, ആ കഞ്ഞിവെള്ളത്തിൻ്റെ പശ അതിൽ കിടക്കും. പിന്നെ അതൊരു വെള്ളം പോലെ ഇരിക്കും, വേർപ്പെട്ട് നിൽക്കില്ല ചോറ് കേട്ടോ. അപ്പോൾ ചോറ് നല്ല രീതിയിൽ വെന്തിട്ട് അതിന് ശേഷം ഞാൻ നല്ല രീതിയിൽ ഇളക്കണം കേട്ടോ. അതുപോലെ നമ്മളൊരു മടിയും കാണിക്കരുത്. അത്യാവശ്യം രീതിയിൽ, അല്ലാണ്ട് കുറേ നേരമായിട്ട് പായസം ഇളക്കണ പോലെയല്ല, നല്ല രീതിയിൽ ഇളക്കുക. അതിനുശേഷം നമ്മൾ അതിനുള്ളിലെ വെള്ളം, ചോറ് പോവാത്ത രീതിയിൽ വെള്ളം നമ്മൾ വാറ്റിക്കളയുക. മീൻസ് ഊറ്റിക്കളയുക, അല്ലെങ്കിൽ ചെരിച്ച് കളയുക. പല രീതിയിലും പലയിടത്തും പല രീതിയിലായിരിക്കും സംസാരിക്കേണ്ടാവുക. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ വലിപ്പം, ഇടുന്ന അരി, വെള്ളം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇത് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അനുസരിച്ചുള്ള വലിയ കുക്കറായിരിക്കണം. കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ഇതൊരു 3 ലിറ്ററിൻ്റെ 5 ലിറ്ററിൻ്റെ കുക്കർ ഉണ്ടായി കഴിഞ്ഞാൽ ഒരാൾക്കൊക്കെ സുഖമായിട്ട് വെക്കാം. വെള്ളം നല്ലോണം ഒഴിച്ചോളൂ, അതിലൊരു മടിയും കാണിക്കണ്ട. അത് കഴിഞ്ഞ് നമ്മളത് വാർക്കാനായിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ കുക്കറിൻ്റെ അടുപ്പിൻ്റെ മുകളിലുള്ള മറ്റേ സാധനമില്ലേ, ഇത് വാഷ് മാറ്റി വയ്ക്കണം. വിസിൽ നിങ്ങൾ വേണമെങ്കിൽ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ചോറ് തുറന്നു നോക്കിയാലോ അല്ലേ, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. അയ്യോ സോറി, മാറിപ്പോയി. ഇത് കറി വെച്ചതാണ്, ഇതാണ് ചോറ് വെച്ചത് കേട്ടോ. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ, കണ്ടോ, അടിപൊളിയായിട്ട് നമുക്ക് ചോറായിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് നമ്മൾ ഇതിലേക്കാണ്ട് തട്ടും. അങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ്. പപ്പടമുണ്ട്, ക്യാരറ്റ്, പരിപ്പ്, ബീട്രൂട്ട്, ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഓംപ്ലേറ്റ് ഉണ്ട്. ഇതൊക്കെ പോരെ ഗടികളെ നമുക്ക്. പിന്നെ മോരും ഉണ്ട്. അപ്പോൾ ഇതാണ് സംഭവം. ചോറ് കുക്കറിൽ വയ്ക്കുന്ന സംഭവമാണത് കേട്ടോ. ഇത്രയുള്ള സംഭവം.